Hello everyone, welcome to Central Government Job Updates. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർമി പബ്ലിക് സ്കൂൾ റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ടാണ്. മിലിറ്ററി സ്കൂളുകളെ ബേസ് ചെയ്തിട്ട് വരുന്ന ആർമി പബ്ലിക് സ്കൂളിന്റെ ടീച്ചർ റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും സംശയങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ആർമി പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യ എന്ന് പറയുന്ന ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. 137ഓളം ആർമി പബ്ലിക് സ്കൂളുകളാണ് നോർമലി ഉള്ളത്. CBSE ബേസ് ചെയ്തിട്ടുള്ള സ്കൂളുകളാണ്. അപ്പോൾ അതിലേക്കുള്ള സെലക്ഷനാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം വഴി കിട്ടുന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക കേട്ടോ. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ മനസ്സിലാക്കുക. പിന്നെ കേരളയിൽ ആകെ നമുക്ക് ഇവിടെ ട്രിവാൻഡ്രമാണ് ഈ ഒരു സ്കൂളായിട്ട് പറയുന്നത്. ആർമി പബ്ലിക് സ്കൂളായിട്ട് ഒരു 3-4 സ്കൂൾ പറയുന്നത് ട്രിവാൻഡ്രത്ത് മാത്രമാണ് കേട്ടോ. ആ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ആർമി വെൽഫെയർ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നുള്ളതാണ് AWES. ഇവരുടെ കീഴിലാണ് ഈ ഒരു ജോലി എന്ത് ചെയ്യുന്നത് അവർ വിളിക്കുന്നത്. അപ്പോൾ ആർമി പബ്ലിക് സ്കൂളിലേക്കുള്ള സെലക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ എക്സാമിനേഷൻ പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ പഠിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആർമി വെൽഫെയർ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഹാസ് റിലീസ്ഡ് എ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഫോർ ഫില്ലിംഗ് അപ്പ് വാക്കന്റ് പൊസിഷൻസ് ഓഫ് നമ്മുടെ നോർമലി വിളിക്കുന്നതൊക്കെ തന്നെയാണ് TGT ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, PGT പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, പിന്നെ അതുപോലെ പ്രൈമറി ടീച്ചർ എന്ന് പറയുന്ന ഈ 3 പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റിനവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, നമ്മുടെ ട്രെയിൻഡ് ഗ്രാജുവേറ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ പ്രൈമറി ടീച്ചേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് കണ്ടല്ലോ, മിലിറ്ററി സ്റ്റേഷൻസ് അക്രോസ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന പ്രിഫറൻസ് വെച്ച് ഇന്ത്യയിൽ എവിടെയെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത് ജോബ് വരുന്നത്. ചെന്നൈയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, അതുപോലെ തന്നെ ഡൽഹിയിലുണ്ട്, മുംബൈയിലുണ്ട്, അങ്ങനെയൊക്കെ എത്രയൊക്കെ സെന്റേഴ്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് എവിടെയാണോ ജോലി ചെയ്യാൻ താല്പര്യം അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ജോലി വരുന്നത്. ഓക്കെ, അപ്പോൾ ആർമി പബ്ലിക് സ്കൂളിന്റെ ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് ആണ് നടക്കുന്നത്. എക്സാം മോഡ് എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. പോസ്റ്റുകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ PGT, TGT, PRT എന്നുള്ളതാണ്. എന്നാണ് ആപ്ലിക്കേഷൻ ബിഗിൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ജൂണിനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 5 ജൂൺ തൊട്ട് 16 ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈമുണ്ട്. 16 ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ടൈമുണ്ട്. കാരണം ടീച്ചിങ് ഫീൽഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കിക്കോളാം. അഡ്മിറ്റ് കാർഡ് റിലീസ് ആവുന്നത് നിങ്ങൾക്ക് സെപ്റ്റംബർ എന്ന് പറയുന്ന സമയത്തേക്കാണ്. സ്കൂളിന്റെ എക്സാം ഡേറ്റും ഇപ്പോൾ തന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഔട്ട് ആക്കിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. എക്സാം ഡേറ്റ് വരുന്നത് 21 സെപ്റ്റംബറിനും 22 സെപ്റ്റംബറിനും ഇടയിൽ, ആ ഒരു 2 ദിവസമാണ്. 21 സെപ്റ്റംബറിനും 22 സെപ്റ്റംബറിനുമാണ് നിങ്ങളുടെ എക്സാം ഡേറ്റ് വരുന്നത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ എന്തായാലും കംപ്ലീറ്റ്ലി പഠിച്ച് കഴിയണം. ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ആണ്. ആർമി പബ്ലിക് സ്കൂളിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് https.www.awesindia ആണ് കേട്ടോ. AWES India എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് വേണം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനും കാര്യങ്ങളും ചെയ്യേണ്ടത് കേട്ടോ. അതിനൊരു പേയ്മെന്റ് ഫീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 300 സംതിങ് റുപ്പീസ് ആണ് അതിന് വരുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നോക്കിക്കോളുക. ഇനി അടുത്ത നെയിം ഓഫ് ദ പോസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രൈമറി ടീച്ചർ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ആണ്. ഏജ് ലിമിറ്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. കാരണം ഏജ് ലിമിറ്റ് 40 വയസ്സോളം വരെ ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആയിട്ടാണ് പറയുക. കാരണം ടീച്ചർ വേക്കൻസി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഏജ് ലിമിറ്റ് വരുന്നത് എന്താണ്, ഫ്രഷ് കാൻഡിഡേറ്റ്സ്. ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഇതുവരെയും പഠിപ്പിക്കാത്ത, അല്ലെങ്കിൽ ഇതുവരെയും നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഒരു അടുത്ത് വർക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ലെസ് ദാൻ 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവരാണോ, അല്ലെങ്കിൽ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, 40 വയസ്സ് വരെ. ബിലോ 40 വയസ്സാണ്, അതായത് 40ഓളം വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. പക്ഷേ ഫ്രഷ് കാൻഡിഡേറ്റ്സിന് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 40. അതേസമയം എക്സ്പീരിയൻസ്ഡ്, കുറേ നാൾ പഠിപ്പിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് 5 വർഷത്തിനെക്കാളും എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ്, 57 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 57 വയസ്സ്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നോർമൽ ഫ്രഷർ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതേസമയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, 5 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 57 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ടൈം ലൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1/4/2025 നിങ്ങളുടെ ഏജ് എത്ര ആയിരിക്കണം എന്ന കാറ്റഗറിയാണ് കൊടുത്തിരിക്കുന്നത്. 1/4/1985 മുന്നേ ജനിച്ച, നോട്ട് ഇയർലിയർ ദൻ 1/4/1985. ഇവിടെ എത്രയാണ്, 1/4/1968 ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ബർത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം, ആ ഒരു ഡേറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിക്കോളാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ആർമി സ്പൗസസ് ഉണ്ടല്ലോ, അതായത് ഈ പറയുന്ന മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരുടെ വൈഫ്, അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തുണ്ട്, ഏജ് ക്രൈറ്റീരിയയിൽ കുറച്ച് റിലാക്സേഷൻ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് പറയുന്നത്. പക്ഷേ ഇതെന്താണ്, ഏജ് ലിമിറ്റ് ബേസിക് ആയിട്ടുള്ള ആൾക്കാർ 40, 57 എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇത് വരുന്നത് എന്താണ്, നമ്മുടെ ആർമി സ്പൗസസിനാണ് വരുന്നത് കേട്ടോ. അത് അവിടെ അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ ഉള്ളവർക്കും എന്തുണ്ട്, ഇതിന് പ്രത്യേകം എന്തുണ്ട്, വാക്കൻസി ഉണ്ടെന്നുള്ളൊരു, വാക്കൻസി എല്ലാവർക്കും ഒരു പ്രിഫറൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. നോർമൽ കാൻഡിഡേറ്റ്സിനെക്കാളും കൂടുതൽ ചിലപ്പം കുറച്ചും കൂടെ എന്ത് കാണും, പ്രിഫറൻസ് ആർക്ക് കാണും, ആർമി സ്പൗസസിനെ കാണും എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക.
ഓക്കെ, ഇനി എന്തൊക്കെയാണ് വേണ്ടതായിട്ടുള്ള ഡിഗ്രി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്തൊക്കെയാണ് വേണ്ടതായിട്ടുള്ള ഡിഗ്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PRT പ്രൈമറി ടീച്ചറിനാണെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഡിഗ്രി കഴിഞ്ഞവരായിരിക്കണം വിത്ത് 50% മാർക്സ് ആണ് പറയുന്നത്. 50% മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ആൻഡ് B.Ed അല്ലെങ്കിൽ D.Ed കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം. ഓക്കെ, അതിനും എന്താണ് 50% മാർക്കാണ് പറയുന്നത്. മിനിമം മാർക്കിന്റെ ക്രൈറ്റീരിയ എത്രയാണ്? 50%. നിങ്ങൾ എന്ത് കഴിയണം? നിങ്ങൾ ഈ പറയുന്ന പോലെ B.Edഉം കഴിയണം, അതുപോലെ തന്നെ ഒരു ഡിഗ്രിയും പഠിച്ചിരിക്കണം. ഡിഗ്രിയും പ്ലസ് B.Ed എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത് കേട്ടോ. ഡിഗ്രി പ്ലസ് B.Ed ആണ്. ഇനി അടുത്ത TGTയുടെ കാര്യം, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ബാച്ചിലേഴ്സ് ഡിഗ്രിയും വേണം, അതുപോലെ തന്നെ എന്താണ് B.Edഉം ആണ് ഇവിടെയും പറയുന്നത് കേട്ടോ. ബാച്ചിലേഴ്സ് ഡിഗ്രിയും B.Edഉം തന്നെയാണ് PRTക്കും TGTക്കും പറയുന്നത്. അതേസമയം PGT ആകുമ്പോൾ, PGT എന്ന് പറഞ്ഞാൽ എന്താ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ആണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വേണം? പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം, അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം. ഏത് സബ്ജക്റ്റിൽ അവർ പഠിപ്പിക്കാൻ പോകുന്ന സബ്ജക്റ്റിൽ. PRT എന്ന് പറഞ്ഞാൽ പ്രൈമറി ടീച്ചർ ആകുമ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റ് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇവിടെ എന്താണ്, നിങ്ങൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിലായിരിക്കണം നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാവേണ്ടത് കേട്ടോ, നിങ്ങൾ എഴുതാൻ പോകുന്ന സബ്ജക്റ്റിൽ. അപ്പോൾ 50% മാർക്കാണ്. B.Ed എന്തായാലും മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? B.Ed മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം, ഡിഗ്രി ഉണ്ടായിരിക്കണം, B.Ed ഉണ്ടായിരിക്കണം. ഒപ്പം എന്ത് വേണം നിങ്ങൾക്ക്? CTET ഉണ്ടായിരിക്കണം. CTET എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ CBSE സ്കൂളുകളിൽ പഠിക്കാനുള്ള എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് CTET എന്ന് പറഞ്ഞാൽ. CTET or TTET is not mandatory for appearing for online screen test. However, ഈ പറയുന്ന ഓൺലൈൻ ടെസ്റ്റ് നിങ്ങളിപ്പോൾ എഴുതാൻ പോകുന്ന ടെസ്റ്റ് ഉണ്ടല്ലോ, ഫസ്റ്റ് നടക്കാൻ പോകുന്നത് ടെസ്റ്റ് ആണ്, റിട്ടൺ എക്സാമിനേഷൻ ആണ്. ആ ടെസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് വേണ്ട? കാണിക്കാൻ വേണ്ടി CTET വേണ്ട. പക്ഷെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ദിവസം, അതായത് നിങ്ങൾ ഒരു സ്കൂളിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യാൻ പോകുന്ന ദിവസം നിങ്ങൾക്ക് എന്ത് വേണം? CTET അല്ലെങ്കിൽ TET നിങ്ങൾ എന്ത് ചെയ്യണം? സെൻറ്ററിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ മാൻഡേറ്ററി ആയിട്ട് എന്ത് കാണിക്കണം? കാണിക്കേണ്ടി വരും കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോയിൻമെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് ഇത് കാണിക്കേണ്ടി വരും. TGTക്കാർക്കും PRTക്കാർക്കും, ഈ ഒരു 2 കാറ്റഗറിക്കാർക്കും, ഇവർക്ക് രണ്ടുപേർക്കും എന്ത് കാണിക്കേണ്ടി വരും? CTET അല്ലെങ്കിൽ TETൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അതാണ് ഇവിടെ പറയാനുള്ളത്. ദോസ് നോട്ട് ക്വാളിഫൈഡ് ഇൻ ബട്ട് നോട്ട് ഫൗണ്ട് ഇൻ ഓൾ അതർ റെസ്പെക്ട്. പിന്നെ എന്താണ്, അവരുടെ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഈ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾ വാങ്ങിച്ച മാർക്കും ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ CTET വേണ്ടാന്ന് പറയും. എങ്കിൽ പോലും CTET ഉള്ളവർക്കാണ് എപ്പോഴും പ്രിഫറൻസ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് ഡിഗ്രി വേണം, B.Ed വേണം, അതിൻ്റെ ഒപ്പം CTET അല്ലെങ്കിൽ TET പോലെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് അവിടുത്തെ ഏജിൻ്റെ ഈ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ പറയുന്നത്. ഇനി എങ്ങനെയാണ് എക്സാം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു റിട്ടൺ എക്സാമിനേഷൻ ആണ്. അതിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അത് കഴിഞ്ഞ് എന്താണ്? ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യും. നിങ്ങൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ടെസ്റ്റ് കാണും. പിന്നെ നിങ്ങളുടെ ടീച്ചിങ് സ്കിൽ, ഈ പറയുന്ന ഇൻ്റർവ്യൂ കഴിയുമ്പോൾ എന്താണ്? ഒരു ടീച്ചിങ് സ്കില്ല്, നിങ്ങൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു ടീച്ചിങ് സ്കിൽ ടെസ്റ്റും, അല്ലെങ്കിൽ എന്താണ്? കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, അത്യാവശ്യം കമ്പ്യൂട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ അറിയുന്ന ഒരാളാണോ നിങ്ങളെന്ന് കാണിക്കുന്ന കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ടെസ്റ്റും നടത്തും കേട്ടോ. അത് കഴിഞ്ഞ് വരുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പിന്നെ മെഡിക്കലും. അത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ പോലെയാണ് ഡോക്യുമെന്റ് ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ. നമ്മൾ ബേസിക്കലി നോക്കേണ്ടത് എന്താണ്? റിട്ടൺ എക്സാമിനേഷൻ ക്വാളിഫൈ ആവുക, അത് കഴിഞ്ഞിട്ട് വരുന്ന ഇന്റർവ്യൂ മാക്സിമം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ പറയുന്ന ടെൻറ്റേറ്റീവ് ടൈം ലൈൻസ് ശ്രദ്ധിക്കുക. രജിസ്ട്രേഷൻ വരുന്നത് 5 ജൂൺ തൊട്ട് 16 ഓഗസ്റ്റ് വരെയാണ്. ആപ്ലിക്കേഷൻ കറക്ഷൻ വിൻഡോ 22 ഓഗസ്റ്റ് മുതൽ 24 ഓഗസ്റ്റ്. എന്തെങ്കിലും ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്താനുള്ള ഡേറ്റ് ആണ് ഓഗസ്റ്റിലാണ്, 22 തൊട്ട് 24 വരെ. അത് കഴിഞ്ഞ് അഡ്മിറ്റ് കാർഡ് വരുന്നത് സെപ്റ്റംബറിലാണെന്ന് ഞാൻ പറഞ്ഞു. അഡ്മിറ്റ് കാർഡ് സെപ്റ്റംബറിലാണ്. എക്സാം വരുന്നത് 21 സെപ്റ്റംബർ 22 സെപ്റ്റംബർ അല്ലേ? 20-21 സെപ്റ്റംബറിലാണ് വരുന്നത്. റിസർവ് ഡേറ്റ് 22 ആൻഡ് 23 സെപ്റ്റംബർ ആണെന്ന് പറയുന്നുണ്ട്. റിസൾട്ട് വരുന്നത് എന്താണ്? ഒക്ടോബറിലാണ് കേട്ടോ. റിസൾട്ട് എപ്പോഴാണ്? ഒക്ടോബറിലാണ്. അപ്പോൾ പെട്ടെന്ന് പ്രോസസ്സുകൾ നടന്നു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി ഉടനെ വേണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ OST ടെസ്റ്റിന് എന്തുണ്ട്? നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ലൈഫ് ലോങ് വാലിഡിറ്റി ഉണ്ടെന്നുള്ളൊരു കാര്യമാണ്. ഈ ഒരു എക്സാം ഒരിക്കൽ അറ്റൻഡ് ചെയ്താൽ, മുന്നേ ഒക്കെ ഇതിന് എന്താണ് 3 വർഷത്തിൻ്റെ വാലിഡിറ്റി ആയിരുന്നു. അതായത് നിങ്ങൾ ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ കയറണമെന്നുള്ളതാണ്, ആർമി പബ്ലിക് സ്കൂളിൽ കയറണമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പം എന്താണ്? ഈ ഒരു എക്സാം ഒരിക്കൽ എഴുതിയാൽ മതി. ജീവിതത്തിൽ ഒരിക്കൽ എഴുതി കഴിഞ്ഞാൽ ഇനി വരുന്ന ഏതൊരു ആർമി പബ്ലിക് സ്കൂളിലേക്കുള്ള റിക്രൂട്ട്മെന്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇന്നാവും എന്നുള്ളൊരു കാരണം നിങ്ങൾ റിട്ടൺ എക്സാം ക്വാളിഫൈ ആവുകയാണ്. ഇത് ലൈഫ് ലോങ് വാലിഡിറ്റി ഉള്ള ഒരു OST ടെസ്റ്റ് ആണ് കേട്ടോ. OST എന്നാണ് പറയുന്നത്, അത് ശ്രദ്ധിക്കുക നിങ്ങൾ. ഇനി അടുത്ത് എക്സാം പാറ്റേൺ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സാം പാറ്റേൺ എങ്ങനെയാണ്? 3 മണിക്കൂർ സമയമാണ് വരുന്നത്. 200 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 200 മാർക്ക്, 200 ക്വസ്റ്റ്യൻ 200 മാർക്ക്. 1 മാർക്കാണ് കറക്റ്റ് ആൻസർ. 1/4 ആണ് നെഗറ്റീവ്. അതായത് 4 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ 1 മാർക്ക് പോകുന്നത്. അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ആ ഒരു മാർക്കിംഗ് സ്കീമാണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇനി നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക് GK ആൻഡ് കറണ്ട് അഫേഴ്സ്. അതായത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്താ ഒരു നോളജ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾക്ക് GK അവയർനെസ് ഉണ്ടോ, നിങ്ങളുടെ ഇപ്പം
നടക്കുന്ന ഇന്ത്യയെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായ അവയർനെസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു GK ആൻഡ് കറണ്ട് അഫേഴ്സ് ആണ്. നാഷണൽ, ഇന്റർനാഷണൽ, ഗ്ലോബൽ ലെവലിലുള്ള ടോപ്പിക്സ് ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ. അതിന് ഒരു 10 ക്വസ്റ്റ്യൻസ് കാണും. അത് കഴിഞ്ഞ് വരുന്നത് ബി പേപ്പർ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് നിങ്ങൾ BEd-ലൊക്കെ പഠിച്ച പോലത്തെ പെഡഗോഗി, കരിക്കുലം ആൻഡ് എഡ്യൂക്കേഷണൽ പോളിസി ആയിരിക്കും വരുന്നത്. അതിൽ മിഡിൽ ആൻഡ് സെക്കൻഡറി സ്റ്റേജ് പെഡഗോഗി, ചൈൽഡ് സൈക്കോളജി, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, RT, NEP, NCF എന്നൊക്കെ പറയുന്ന ഒരു കണ്ടന്റ് ആണ് അതിനകത്ത് വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കണ്ടന്റ്സ് ബേസിക്കലി മനസ്സിലാക്കിയിട്ട് അതിന്റെ നോട്ട്സ് എടുത്ത് വെച്ച് പഠിക്കാവുന്നതാണ്. പിന്നെ മൂന്നാമത് വരുന്നത് എന്താണ്, അക്കാഡമിക് പ്രൊവിഷൻസി, അതായത് നിങ്ങൾക്ക് നോർമലി ഉള്ള ആ ഒരു ടീച്ചിങ്ങിന്റെ കുറെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ബേസിക്, മോഡറേറ്റ്, ഹയർ, പ്രൊഫഷൻ, സബ്ജക്ട് നോളജ്, നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന സബ്ജക്റ്റിന്റെ ഒരു അക്കാഡമിക് പ്രൊവിഷൻസി ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളിപ്പോൾ കെമിസ്ട്രിക്കാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ ഈ മൂന്നാമത്തെ സെക്ഷനിൽ എന്തായിരിക്കും, നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ്, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ആ ഒരു അക്കാഡമിക് പ്രൊവിഷൻസി ആണ് ചോദിക്കുന്നത്. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് അറിയേണ്ട എന്തൊക്കെയാണ്, GK, കറണ്ട് അഫേഴ്സ്, പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റ്, ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കുന്നത് ആ സബ്ജക്റ്റിന്റെ നോളജ്, പിന്നെ മൂന്നാമത് വരുന്നത് എന്താണ്, നിങ്ങളുടെ BEd-ലൊക്കെ പഠിച്ച എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പെഡഗോഗി, കരിക്കുലം ആൻഡ് എഡ്യൂക്കേഷൻ പോളിസി, ഇതാണ് വരുന്നത്. 200 ക്വസ്റ്റ്യൻ, 200 മാർക്കാണ് നിങ്ങൾക്ക് വരുന്നത്. 3 മണിക്കൂറാണ് എക്സാം വരുന്നത് കേട്ടോ. 3 മണിക്കൂറാണ് ഓൺലൈൻ എക്സാമിനേഷൻ ആയിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത് എന്തൊക്കെയാണ് സബ്ജക്റ്റുകൾ ഉണ്ടെന്ന് നോക്കാം. കാരണം ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയണമല്ലോ. ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടതായിട്ടുള്ള സബ്ജക്റ്റുകൾ നോക്കാം. പ്രൈമറി ടീച്ചറിന് PRTക്ക് ആകെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഫിസിക്കൽ PRT വിത്തൗട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷനാണ് ചോദിക്കുന്നത്. ഇനി നമുക്ക് ഒരുപാട് വന്നിട്ടുള്ളത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനാണ്. അതിൽ എന്തൊക്കെയുണ്ട്, അക്കൗണ്ടൻസി, അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രി നിങ്ങൾ അക്കൗണ്ട്സ്, ഫിനാൻസോ അങ്ങനെ എന്തെങ്കിലും ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ബയോളജിക്കാർക്കുണ്ട്, ബയോടെക്നോളജിക്കാർക്കുണ്ട്, ബിസിനസ് സ്റ്റഡിക്കാർക്കുണ്ട്, കെമിസ്ട്രിക്കാർക്കുണ്ട്, കമ്പ്യൂട്ടർ സയൻസുകാർക്കുണ്ട്, അത് കഴിഞ്ഞ് എക്കണോമിക്സുകാർക്കുണ്ട്, ഇംഗ്ലീഷുകാർക്കുണ്ട്, ഫൈൻ ആർട്സുകാർക്കുണ്ട്, ഏകദേശം എല്ലാ സബ്ജക്റ്റും ഉണ്ട്. ജോഗ്രഫിക്കാർക്കുണ്ട്, ഹിസ്റ്ററിക്കാർക്കുണ്ട്, ഹിന്ദിക്കാർക്കുണ്ട്, അതുപോലെ ഹോം സയൻസുകാർക്കുണ്ട്, ഇൻഫോർമാറ്റിക് പ്രാക്ടീസസ് ചെയ്തവർക്കുണ്ട്, മാത്സിനുണ്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ PT ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിച്ചവർക്കുണ്ട്, ഫിസിക്സിനുണ്ട്, പൊളിറ്റിക്സിനുണ്ട്, സൈക്കോളജിക്കുണ്ട്. സൈക്കോളജിക്കുണ്ട്. ഏകദേശം എല്ലാ സബ്ജക്ട്സും കവർ അപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം എല്ലാ സബ്ജക്റ്റും, അതായത് സയൻസിലെ 3 സബ്ജക്റ്റും ഉണ്ട്, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്. അതുപോലെ സോഷ്യൽ സയൻസിൽ ഏതൊക്കെയുണ്ട്, എക്കണോമിക്സ് ഉണ്ട്, നമ്മുടെ എക്കണോമിക്സ്, ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫിയും ഉണ്ട്. പിന്നെ ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, സൈക്കോളജി ഉണ്ട്. ഇതെല്ലാം അത്യാവശ്യം എല്ലാ സബ്ജക്ട്സും അവർ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക കേട്ടോ. TGT ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ്, കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, സാൻസ്ക്രിറ്റ് ഉണ്ട് കേട്ടോ. സാൻസ്ക്രിറ്റ് ഉണ്ട്, സയൻസ് ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് എന്താണ്, PG കഴിയാത്തവരാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, സാൻസ്ക്രിറ്റ്, സയൻസ്, നമ്മുടെ സോഷ്യൽ സയൻസ്. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾക്ക് എക്സാമിനേഷൻ സെന്റേഴ്സ് എവിടെ വരും എന്നുള്ളൊരു ഡൗട്ട് കാണൂലേ, അതിനുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. ഏതൊക്കെയാണ് എക്സാമിനേഷൻ സിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എവിടെയാണ്, ഒന്ന് ചെന്നൈ ആണ് അടുത്തുള്ള ഇതെന്ന് പറയുന്നത്. ബാംഗ്ലൂർ ഉണ്ട്, ചെന്നൈ ഉണ്ട്, മുംബൈ ഉണ്ട്, കൊൽക്കത്തയിലുണ്ട്, അതുപോലെ ഇവിടെ ട്രിവാൻഡ്രം. നമുക്ക് വരുന്ന മെയിൻ സെന്റർ എവിടെയാണ്, ട്രിവാൻഡ്രത്താണ് കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് കുറച്ച് ദൂരെയാണ്. ട്രിവാൻഡ്രം ഉണ്ട് കേട്ടോ. ഹൈദരാബാദിലുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, ഡൽഹിയിലുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തെവിടെയാണ്, ട്രിവാൻഡ്രത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എക്സാമിനേഷൻ സെന്റർ. നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് അഥവാ നമുക്ക് എവിടെയായിരിക്കും, നമ്മുടെ ട്രിവാൻഡ്രത്തായിരിക്കും ജോലി വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി. ടീച്ചർ വാക്കൻസി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരില്ലേ, അതായത് ഇപ്പോൾ KVS വിളിച്ചിട്ടില്ല, അതുപോലെ നമ്മുടെ നവോദയയുടെ ഒന്നും വിളിച്ചിട്ടില്ല. അപ്പം അങ്ങനെ വിളിച്ചതാണ് ആർമി പബ്ലിക് സ്കൂൾ. താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. അപ്പോൾ PDF നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അതിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് തന്നെ പഠിച്ച് നല്ലൊരു ജോലി മേടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ തുടരുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.